നമ്മൾ ബിഗിനേഴ്സിന് ഒരു മേക്കപ്പ് കിറ്റിൽ വേണ്ട കുറച്ച് സാധനങ്ങൾ. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ അതായത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്നും കൂടി അതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ പൗച്ച് നമ്മൾ സുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കേട്ടോ. അതിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 2 ഇയേഴ്സോളമൊക്കെ ആയിട്ടോ ഈ പൗച്ച് ഞാൻ പർച്ചേസ് ചെയ്തിട്ട്. നല്ല അടിപൊളി പൗച്ചായിട്ട് പറയാൻ പറ്റില്ല. ഇതുവരെ എന്താ പറയുക അങ്ങനെ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചിരുന്ന പൗച്ചായിട്ടത്. കാരണം ഇതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കോളേജിൽ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ പൗച്ചുണ്ടാവും. കാരണം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒറ്റ പൗച്ച് എടുത്ത് പോകലാണ്. പിന്നെ വേറെ കുറേ മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, നമ്മളെപ്പോഴും എല്ലാതൊന്നും ഞാൻ അങ്ങനെ കേട്ടോ എപ്പോഴും ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യൂല. നമ്മൾ എന്തെങ്കിലും എന്താ പറയുക നല്ല ഹെവി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിലൊക്കെ നമ്മൾ CC ക്രീമൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഇതിൽ ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ. ലിപ്സ്റ്റിക്കാണിത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞാലോ, ഇത് ഞാനൊരു ലോക്കൽ ഫാൻസിന്ന് മേടിച്ച കേട്ടോ. അത് ഓൺലൈൻ പർച്ചേസിങ് ഒന്നുമല്ല. ഇത് സംഭവം ഞാൻ മേടിച്ചിട്ടൊരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഇത് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം ഈ ഷെയ്ഡ് എനിക്ക് അതിന് ശേഷമാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഗൈസ്. അതാണ് ഞാൻ വേറൊരു ലാക്മിയുടെ എന്താ പറയുക ഒരു റോസ് പിങ്കും അല്ല റോസും ആയിരുന്നു ഷെയ്ഡുണ്ട്. എനിക്ക് ഓർമ്മയുള്ള ഷെയ്ഡിൻ്റെ കളർ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് നമ്മളെപ്പോഴും നമ്മുടെ മേക്കപ്പ് കിറ്റിൽ അല്ലെങ്കിൽ മേക്കപ്പ് പൗച്ചിൽ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിനധികം റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു 150 ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ അടിപൊളിയായിട്ട് സൂപ്പർ സ്റ്റേ ആണ്, അതേപോലെ വാട്ടർ പ്രൂഫാണ്. ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ട എല്ലാ പ്രത്യേകതകളും ഇതിലുണ്ട് കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഉള്ളത് ഇത് മോയ്സ്ചറൈസർ കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസറാണ്. പക്ഷെ ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് എൻ്റെ പോൺസിൻ്റെ ആട്ടോ. എനിക്ക് കംഫർട്ടബിൾ. അതേപോലെ തന്നെ ഞാനിപ്പോൾ കുറേ ഇയറായിട്ട് യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെയാണ് കേട്ടോ. ഇത് ഞാൻ ആഗ്രഹം കൊണ്ട് മേടിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ ഇത് തീരണമല്ലോ, അതുകൊണ്ട് വെച്ചാൽ കേട്ടോ. ഇതൊരു 395 റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്നെ മേടിക്കണമെന്നൊന്നുമില്ല. നമുക്ക് പോൺസിൻ്റെ യൂസ് ചെയ്യാം. അതേപോലെ നിവ്യ നമ്മൾ സ്കിൻ ടോൺ നോക്കിയിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. പിന്നെ മേക്കപ്പ് കിറ്റ് ബോക്സ് പൗച്ച് എന്താണെങ്കിലും അതേപോലെ തന്നെ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതിൽ ഏറ്റവും വലുതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് വന്നിട്ടുള്ളത് സൺസ്ക്രീനാണ്. ഇത് മാമ എർത്തിൻ്റെ കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ കാര്യമുണ്ട് ഗൈസ്, ഇത് ഉപയോഗിച്ച് തരാറായി. ആക്ച്വലി ചിലപ്പോൾ ഞാൻ ഭയങ്കര ധൃതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടേക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതൊന്നും തുറക്കാൻ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തുറന്നിട്ട് ഗൈസ് ഇത് തീരായിട്ടുണ്ട്. ഇത് ഹൈഡ്രോജൽ ഇന്ത്യൻ സൺസ്ക്രീനാണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയാണ്. അടിപൊളിയെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അത്യാവശ്യം ചില സമയത്ത് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല എന്താ പറയുക സമ്മർ സീസണൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ സൺസ്ക്രീനാണ്, നമ്മൾ സണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. പക്ഷെ അപ്പോൾ എന്തോ എനിക്ക് അത്ര ഒരു പ്രൊട്ടക്ഷനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് ബെറ്റായി പോകും കേട്ടോ. പക്ഷേ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റാണ്. നമ്മൾ മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ ഇപ്പോഴും പറയാം പൗച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ട് മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് കുറക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ സ്കിന്നെ കെയർ ചെയ്യാത്തതിന് നമുക്ക് ആ ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇതിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ CC ക്രീം. ഇത് എൻ്റെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. 925ൻ്റെ CC ക്രീമാണിത്. ഇത് ഞാനിപ്പോൾ മേടിച്ചിട്ട് എന്താ പറയുക ഒരു 8-9 മാസത്തോളം ആയിട്ടോ. കാരണം ഇത് എപ്പോഴും ഒന്നും യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ
പെട്ടെന്ന് ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ എന്താ പറയുക, കോളേജും കൂടി എവറി ഡേ യൂസ് ചെയ്യലോട്ടത്. കോളേജിൽ പോകുമ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ, അതേപോലെ തന്നെ സൺസ്ക്രീന്, പിന്നെ ടോണർ, അങ്ങനെ സ്കിൻ കെയർ എടുത്ത് ഞാൻ പോകലുള്ളൂ കേട്ടോ. അല്ലാതെ ഫൗണ്ടേഷനും കൺസീലർ ഇടയ്ക്ക് യൂസ് ചെയ്യും, അല്ലാതെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ CC ക്രീം, പിന്നെ ഉള്ളത് ഒരു ഐബ്രോ ഫില്ലർ കേട്ടോ. അതായത് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ബ്രഷാണ് കേട്ടത്. ഇതുകൊണ്ട് നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കും, ഇതുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. ബ്രഷ്, ഈ ബ്രഷിലൊരു ഞാൻ മേടിച്ചപ്പോൾ എൻ്റെ ഒരു ഇതിലൊരു ഓർമ്മയിൽ ഒരു 250 ആണ് റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മ അതാ ശരിയാണെങ്കിൽ റേറ്റിന് കാണാനില്ല. പക്ഷെ ഞാൻ മേടിച്ചിട്ട് 1 വർഷത്തോളം ആയിട്ടോ. പിന്നെ ഉള്ളത് ലിപ് ബാം. ഈ ലിപ് ബാം എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മിക്കവാറും ഗെറ്റ് റെഡി വിത്ത് മീ കാണുന്ന എല്ലാവർക്കും അറിയാം ലിപ് ബാം തീരാറായി ഗൈസ്. ഇതിനി മാറ്റണം നല്ല പുതിയ മേടിക്കണം. ഇത് ഡാസ്ലറിൻ്റെ ലിപ് ബാം കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ് ബാം, അടിപൊളി ലിപ് ബാം കേട്ടോ. എന്താ പറയുക, ലിപ്പിന് നല്ല കെയറും മോയ്സ്ചറൈസിങ് ആണ്. അതേപോലെ നല്ല അടിപൊളി ലിപ് ബാമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. എന്നെ തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ ഉണ്ട് കേട്ടോ ഇതിൽ. ഈ സംഭവം ഇത് ഞാൻ എന്നോ മേടിച്ച് വെച്ചതാണ്, പക്ഷേ ഞാൻ ഈ ഐലൈനറിൽ യൂസ് ആക്കാറുള്ളത്, അതുകൊണ്ട് ഞാൻ തീർന്നിട്ടുമില്ല. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ ഈ സുഡിയോയുടെ ഐലൈനറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിലുണ്ട് സുഡിയോയുടെ ഈ ഐലൈനറാണ് ഇപ്പോൾ കറൻ്റിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിന് തോന്നുന്നു ഞാൻ ഇത് മേടിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള ഐലൈനറാണ് ഡാസ്ലർ. അപ്പോൾ 2 ഐലൈനറും ഇതിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മീൻസ് മറ്റേ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്ന മുന്നേ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് അത് ഇതാട്ടോ, ലാക്മിയുടെ ന്യൂഡ് പിങ്ക് 30 ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇത് അടിപൊളി ഷെയ്ഡാണ്, ആക്ച്വലി തീരാറായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്തോ എനിക്ക് ഷെയ്ഡ് മറ്റേ യൂസാക്കിയിട്ട് തോന്നുന്നുണ്ട് ഈ ഷെയ്ഡ് ഇപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ ഗസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പം ഇതിടും, അല്ലാതെ അങ്ങനെ യൂസ് ആക്കാറില്ല. പിന്നെ ഒരു ലിപ് ഗ്ലോസ് ഉണ്ട് ഗൈസ്, ഇത് ഷിമ്മർ ലിപ് ഗ്ലോസ് ആണ്. ഇത് സ്റ്റുഡിയോയുടെ ഷിമ്മർ ലിപ് ഗ്ലോസ് ആട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് ഇവിടെ കാണാതെ, എനിക്കറിയില്ല, എനിക്ക് മേടിച്ചു ആ ടൈമിൽ റേറ്റ് ഓർമ്മയില്ല. ഇത് ഷിമ്മർ ലൈറ്റ് 03 ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇതിന് പോകുമ്പോഴേക്ക് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഇത് എൻ്റെതല്ല ഗൈസ്, ഇതിപ്പോൾ 4 മാസമായിട്ട് ഇതിൻ്റെ പോസ്റ്റിൽ കയറിക്കൊള്ളൊരു സാധനമാണിത്. ആക്ച്വലി ഇത് മോൻ്റെ ഡയപ്പർ റാഷ് ക്രീമാണ്. ആക്ച്വലി ഇപ്പം അടുത്ത് 4 മന്തായിട്ട് ഇത് കയറി കൂടിയിട്ടുള്ളൂ. ഞാൻ അവന് എന്താ പറയുക സെബാമെറ്റിൻ്റെ ഹിമാലയ റാഷ് ക്രീം 2 റാഷ് ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ സെബാമെറ്റ് ഓൾറെഡി തീർന്നു. അപ്പോൾ ഇത് ഇത് ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സിൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അന്ന് തന്നെ ഇട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ക്രീംസ് കൊടുക്കുന്ന സമയത്ത് റാഷ് ക്രീം ഞാൻ ഓൾറെഡി ചിലപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ റാഷ് ക്രീം ബെഡിലൊക്കെ വെച്ച് തന്നെ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഡയപ്പർ ചേഞ്ച് എടുക്കുന്ന സമയത്ത് റാഷ് ക്രീം കാണില്ല. അപ്പോൾ ഈ പേഴ്സിൽ എപ്പോഴും ഇട്ടേക്കുന്ന റാഷ് ക്രീമാണിത്. ഇത് എൻ്റെതല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് കിറ്റ് അല്ലെങ്കിൽ മേക്കപ്പ് വാഷൊക്കെ റെഡിയാക്കുന്ന സമയത്ത് റാഷ് ക്രീം വേണ്ട, റാഷ് ക്രീം അവോയ്ഡ് ചെയ്തോളൂ. പിന്നെ ഇതിലുള്ളത് ഇതൊരു ലിപ്പ് ലൈനർ, മീൻസ് ലിപ്പിൻ്റെ ബ്രഷാണ്, നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുന്ന ബ്രഷാണ്. ഞാൻ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാറില്ല, ഞാൻ ഇടുന്ന ഷെയ്ഡ് തന്നെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് ചെയ്യാറ് ഈ ബ്രഷ് വെച്ചിട്ട്. ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതൊരു സംഭവം എനിക്ക് തോന്നുന്നൊരു 24 പീസസുള്ള ബ്രഷസ് നിന്ന് അങ്ങനെ മുഴുവനായിട്ട് മേടിച്ചപ്പോൾ അതിനടുത്ത് വെച്ചാൽ തോന്നുന്നുണ്ടോ. സംഭവം മീഷോന്ന് മേടിച്ച തന്നെയാണ് ഞാൻ. പിന്നെ ലാസ്റ്റായിട്ടുള്ളതാണ് സൺസ്ക്രീൻ. ഇത് ഞാൻ മോസ്റ്റ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ന്യൂട്രീഷ്യൻ്റെ സൺസ്ക്രീൻ ആട്ടോ. ഇത് മേടിച്ചിട്ട് 8 മാസത്തോളമായി കഴിച്ചു. സംഭവം എനിക്ക് 2 സൺസ്ക്രീൻ ഉണ്ടായതുകൊണ്ട് ഞാൻ മാറ്റി യൂസ് ചെയ്യാം, അതുകൊണ്ട് ഇത്ര ക്വാണ്ടിറ്റി നിൽക്കുക. പിന്നെ ഇപ്പോൾ പുറത്ത് പോലും കുറവല്ല, മറ്റേ കോളേജ് പോകുന്ന സമയത്തൊക്കെ ഫുൾ സൺസ്ക്രീന് കാര്യങ്ങളൊക്കെ ഇട്ട്. ഇപ്പോൾ ഭയങ്കര ഇപ്പോൾ മോന് 4 മാസം ആയിട്ട് ഇപ്പം ഞാൻ ആകെ എൻ്റെ അറിവിൽ പറയാം 2-3 അവന് വാക്സിനേഷൻ എടുക്കാനും പിന്നെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനും വേണ്ടി, അല്ലാതെ ഞാൻ അങ്ങനെ പുറത്ത് പോയിട്ടില്ല. പിന്നെ പോയത് ഇതിനൊന്ന് പുറത്തിറങ്ങി നല്ലത് പോയിട്ട് അതുകൊണ്ട് സൺസ്ക്രീനൊക്കെ ബാക്കിയാണ് കാശ്. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കും, പിന്നെ ഇടയ്ക്ക് മറക്കും, പിന്നെ തിരക്കാവും. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക സൺസ്ക്രീന് ബാക്കി ഉണ്ടാവും.
പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആയിട്ടുണ്ട്, റീപർച്ചേസ് ചെയ്യാനായി. പക്ഷെ എനിക്ക് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആയിട്ടിത്. അപ്പോൾ കളിയായി ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ഈ പൗച്ച് എനിക്ക് അടിപൊളിയായിട്ടുള്ള പൗച്ചാണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോന്ന് ആരെങ്കിലും ഇനി പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പൗച്ച് കണ്ട മേടിച്ചോളൂ, ഡെയിലി ആയിട്ട് മേടിച്ചോളൂ, ഈട് നിൽക്കും. എന്താ പറയുക, അടിപൊളിയാണ്. നമുക്ക് എല്ലാ മേക്കപ്പ്, ഇപ്പോൾ ഇത്രയും മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒറ്റ പൗച്ചുമായി നമുക്ക് എവിടേക്ക് പോകാൻ പറ്റും. നമ്മൾ മറ്റൊക്കെ പാടെ വാരി വലിച്ച് ബാഗിൽ ഇട്ടുകൊണ്ട് നല്ലതായിട്ട് പൗച്ചിലായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനറാണ്, നമ്മൾ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങുകയാണ്, അതേപോലെ തന്നെ നമുക്കൊരു മേക്കപ്പ് ബോക്സ് വേണം, മേക്കപ്പ് കിറ്റ് വേണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അപ്പം അതിന് എന്തൊക്കെ വേണ്ടൊക്കെ അത്യാവശ്യ സാധനം, ഇതൊക്കെ എൻ്റെ മേക്കപ്പ് കിറ്റിലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ വേണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടില്ല എന്നല്ല, എന്താ പറയുക, ഓരോരുത്തർ മേക്കപ്പ് കിറ്റും അല്ലെങ്കിൽ ഓരോരുത്തർ എന്താ പറയുക മേക്കപ്പ് ബോക്സ് പൗച്ച് എന്താണെങ്കിലും വ്യത്യസ്തമായിരിക്കും. നമ്മളെ സ്കിന്നിന് യോജിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിത് മോസ്റ്റ് ഇതിലിപ്പോൾ സ്കിൻ കെയറിൻ്റെ ഐറ്റംസേ ഉള്ളൂ. ഇതിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നുമില്ല, ഒരു CC ക്രീം മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ചിലവരിലൊക്കെ കൂടുതലും സ്കിൻ കെയറിനെക്കാട്ടിലും കൂടുതൽ മേക്കപ്പിൻ്റെ ഐറ്റംസ് ആയിരിക്കും, അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഈ 2 സാധനങ്ങളും, പിന്നെ ലിപ് ബാമും, നമ്മൾ ലിപ്പിന് കെയർ ചെയ്യണം കേട്ടോ. ലിപ് ബാമും ഈ 3 സാധനങ്ങളും ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യുക, മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, അവോയ്ഡ് ചെയ്യാതെ ഒരിക്കലും. കാരണം നമ്മൾ സ്കിൻ കെയർ. അപ്പോൾ എൻ്റെ മേക്കപ്പ് കിറ്റിലെ സാധനങ്ങളൊക്കെ കണ്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ സംഭവങ്ങൾ. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ് ഗൈസ്. പിന്നെ ഫൗണ്ടേഷനും കൺസീലറും യൂസ് ആക്കാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. എന്തെങ്കിലും ഹെവി ഫങ്ഷൻസോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ അങ്ങനെ എനിക്ക് എൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫേസ് ഭയങ്കര ഹെവി ആകാൻ പറയും. എന്താ പറയുക, നമ്മൾ പറയല്ലോ ഫുള്ള് കവറേജ് എന്നൊക്കെ തരുമല്ലേ, എന്തൊക്കെ ഇട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നല്ല ഹെവി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.